here we are at the Scale Up Conclave 2024. ആദ്യം തന്നെ ഈ സ്കെയിൽ അപ്പ് കോൺക്ലേവ് നിങ്ങളുടെ എല്ലാവരുടെ അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുകയാണ്. നജീബ് കാന്തപുരത്തിൻ്റെ പരിപാടി അപ്പം എനിക്കറിയാം ആ അത്യുത്സാഹത്തിനൊരു പ്രോത്സാഹനം കൊടുക്കണം ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എന്നുള്ള ഒറ്റ കാരണത്താൽ ഇവിടെ സന്നിഹിതനാവുക. ഇന്ന് എൻ്റെ ഒരു 10-25 വർഷത്തെ സംരംഭ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമായിട്ടുള്ളൊരു ദിവസമാണ്. ഒരു കാരണവശാലും ഞാനിപ്പോൾ ചെയ്യുന്നതുമായിട്ട് എനിക്ക് കാലാകാലം ജീവിക്കാമെന്നുള്ളൊരു ചിന്ത ഇനിയുള്ള കാലത്ത് ബിസിനസ്സിലുണ്ടാവില്ല. ഞാൻ മിൻഷയുടെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്തപ്പോൾ നിയർലി 2 മില്യൺ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. വന്നാലും കൊള്ളാം, റോബോട്ടിക്സ് വന്നാലും കൊള്ളാം, മനുഷ്യന്റെ വൈജ്ഞാനിക പ്രക്രിയയുടെ അടിസ്ഥാനം ഈ പറയുന്ന തൊട്ടറിഞ്ഞ് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള പഠനമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും. ആ സ്റ്റാർട്ടപ്പ് മലപ്പുറത്തു നിന്നാണ് എന്നുള്ള ഒരൊറ്റ റീസണാണ് നിർമ്മല സീതാരാമൻ ഞങ്ങളെ പരാമർശിക്കാനുള്ള റീസൺ. അന്ന് പലരും എന്നോട് പറഞ്ഞു എൻ്റെ രാഹുലും വള്ളം കൊണ്ട് ഇന്റർനാഷണൽ ബ്രാൻഡ് ആവും, ഒരിക്കലും നടക്കില്ല എന്ന് പലരും എന്നോട് പുച്ഛിച്ചു. അപ്പോൾ അന്ന് എനിക്കൊരു 1500 രൂപയ്ക്ക് ഒരു ഇൻവെർട്ടറിനെ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയപ്പോൾ വീടിൻ്റെ അടുത്തുള്ള ഒരു ഡോക്ടർക്ക് ഞാനതൊരു 3000 രൂപയ്ക്ക് അത് വിറ്റുകൊണ്ടാണ് ഞാനൊരു ബിസിനസ് എന്താ എന്നുള്ള ബാലപാഠം പഠിക്കുന്നത്. സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ ആദ്യം ഉണ്ടാക്കുന്ന ദോശ പോരില്ല, എന്തായാലും കരിഞ്ഞു പോകും. അതുപോലെ പോയ ഒരു മനുഷ്യനെ അറിയരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെരിന്തൽമണ്ണയിൽ വന്നിട്ട് സ്റ്റോർ ഇട്ടത്. നജീബ് സാഹിബ് വന്നു കഴിഞ്ഞാൽ സാധാരണ ഈ ന്യൂജൻ ലാംഗ്വേജിൽ പറഞ്ഞ ഒരു വൈബാണ്. ഓരോ മീറ്റിങ്ങും പെരിന്തൽമണ്ണക്കാർക്ക് വേണ്ടി അല്ലെങ്കിൽ കേരളത്തിന് വേണ്ടിയിട്ടാണ്. അതിന് വി ഹാവ് ടു സല്യൂട്ട് ഹിം. Then things will change and Kerala will follow the പെരിന്തൽമണ്ണ മോഡൽ. ഈ എക്കോസിസ്റ്റം കണ്ടിട്ട് മറ്റ് MLA-മാരും മറ്റ് ജനപ്രതിനിധികളും ഇതുപോലെ കൂടുതൽ സംരംഭങ്ങൾ ഇതുപോലെ കൊണ്ടുവരട്ടെ. ഏറ്റവും ഗ്രേസ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും. ആൻഡ് ഇറ്റ്സ് ഓൾസോ എ വെരി പ്രെറ്റി സെഷൻ, ഐ മസ്റ്റ് സേ. ആസ് എ വുമൺ ഓൾസോ ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ പറഞ്ഞ പോലെ ഒരു പൊട്ടിപ്പെണ്ണ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ആൾക്കാർക്ക്. വെൻ വി ഡു സംതിങ് ആൻഡ് ആക്ട്, നമ്മൾ കാണിച്ചു കൊടുക്കുക. അതുകൊണ്ടിട്ടാണ് എനിക്ക് ഈ 14 രാജ്യങ്ങളിലും എൻ്റെ ബ്രാൻഡ് എനിക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നത്. അതർവൈസ് ഐ കുഡന്റ് ഡു ദാറ്റ്. സമൂഹത്തിലെ എന്തെങ്കിലും ഒരു പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആയിരിക്കണം നിങ്ങളുടെ സംരംഭം. പച്ചയായ മാത്യൂസ് പാരാന്നറിയോ? ഞാനൊരു മീൻ കച്ചവടക്കാരൻ. യെസ്, വളരെ അഭിമാനത്തോടെ പറയാം, ഞാനൊരു മീൻ കച്ചവടക്കാരൻ. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പെരിന്തൽമണ്ണയിൽ എത്രയോ മീൻ കച്ചവടക്കാരുണ്ട്, നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയത്? അവിടുന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. പാൻഡമിക്കിൽ നിന്ന് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു കാര്യം ടെക്നോളജി അഡോപ്ഷനാണ്. ഈ ടെക്നോളജിയെ ബേസിക്കലി നമ്മളെ കരിക്കുലത്തിലേക്കും നമ്മളെ കോളേജസിലും സ്കൂളിലേക്കും കൊണ്ടുവരേണ്ടതുണ്ട്. ഡെവലപ്പ് ചെയ്തത് ഡിപ്രഷൻ ഡിറ്റക്ഷൻ യൂസിങ് മെഷീൻ ലേണിംഗ്. അങ്ങനെ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരാളെ ഡിപ്രഷൻ ലെവൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ നിങ്ങളോട് സ്ട്രോങ് ആയി സജസ്റ്റ് ചെയ്യുന്നു, യു ഷുഡ് ബി എ വണ്ടർഫുൾ പബ്ലിക് സ്പീക്കർ. വെരി നൈസ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഫസ്റ്റ് സെഷൻ കഴിഞ്ഞപ്പോഴും ഞങ്ങൾ ഭയങ്കര എൻലൈറ്റഡ് ആയി. സെക്കൻഡ് സെഷൻ വാസ് വെരി ഗുഡ്. ഏറ്റവും ഒരു ബെറ്റർ ഡിസിഷൻ ആയിരുന്നു ഈ സ്കെയിലപ്പിൽ പങ്കെടുക്കുക എന്നുള്ളത്.
പ്രോഗ്രാം ഒരു ഭയങ്കര സക്സസ് ആണെന്ന്, സക്സസ്ഫുൾ സ്റ്റാർട്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം നമുക്ക് തന്നെ ഒരു ഉന്മേഷമാണ് ഇത് കണ്ടിട്ട്. തീർച്ചയായിട്ടും ഈ വീക്കെൻഡ് മോർ ദാൻ എക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു ബിസിനസ് ടീം നടത്തുന്ന ഇവന്റിനേക്കാൾ ഭംഗിയായിട്ട് ഇത് നടത്താനും ഇത് ഏകോപിപ്പിക്കാനും കഴിഞ്ഞു. I think this is one of the best conferences I've had to attend here in India. Really appreciate. I mean, look at the turnout. It's incredible, and the discussions are so diverse. ഞാൻ ദുബായിൽ നിന്ന് വന്നാണ് ഇതിനു വേണ്ടി, ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി വന്നതാണ്. പിന്നെ മെയിൻലി നെറ്റ്വർക്ക് ഒന്ന് ബിൽഡ് ചെയ്യാൻ പറ്റി ഇവിടെ വന്നതിന് ശേഷം. ട്രിപ്പിളൈക്ക് ഇതിന്റെ ഭാഗമാകാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇത് കൂടുതൽ ഹൈറ്റിലേക്ക് പോകട്ടെ. തുടർന്നും ഇതിനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനെന്ന് തന്നെയാണ് നമ്മളുടെ ഒരു ആഗ്രഹവും തീരുമാനം. ഇത് ഇവിടെ നിർത്തേണ്ടതല്ല, ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കേണ്ടതാണെന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഒരു ആശ്ചര്യം തോന്നും, എന്തുകൊണ്ടാണ് ഇത്ര കാലമായിട്ടും സ്കെയിലപ്പ് പോലത്തെ ഒരു ഇവന്റ് മലപ്പുറത്ത് നടന്നില്ല എന്നുള്ളത്. ഇയാൾ എന്ത് പരിപാടി ചെയ്യാൻ പെരിന്തൽമണ്ണയെ കൊണ്ട് എന്ന് ഞാൻ ആലോചിച്ചു പോയി. പക്ഷേ ഉണ്ടല്ലോ, നിങ്ങളൊരു സംഭവമാണ് അത്. ബിക്കോസ് ഇത്രയും ആളുകൾ, പ്രത്യേകിച്ചും നമ്മുടെ ഈ ഒരു ടീം, ഇത്രയും ഗസ്റ്റുകൾ നമ്മളെ മലബാറിലേക്കോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണയിലേക്കോ എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ടാസ്ക് ആയിട്ടായിരുന്നു നമ്മൾ കണ്ടിരുന്നത്. അത് സാധ്യമായി എന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് മറ്റൊന്നുമില്ല. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞങ്ങളെല്ലാം കൈകോർക്കാൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് വേണ്ടിയാണ്.